ഈ കോഴ്സ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിനകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, അതായത് ഇൻക്ലൂഡിങ് ഫർണിച്ചർ ലേഔട്ട്, സീലിംഗ് ലേഔട്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ റൂമിൻ്റെയും വർക്കിംഗ് ഡ്രോയിങ്സും നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫർണിച്ചർ ലേഔട്ടിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി ഇതിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ തന്നെയാണ്. ഫ്ലോർ പ്ലാനിൽ എവിടെയൊക്കെ ഫർണിച്ചർ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തു എന്നുള്ളതാണ് ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫർണിച്ചർ ലേഔട്ട് തന്നെയാണ്. കാരണം നമുക്കൊരു ഫ്ലോർ പ്ലാൻ കിട്ടി, അതൊരു കാലിയായിട്ടുള്ള ഒരു റൂമാണ്. അതിനകത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫർണിച്ചർ പൊസിഷൻ ചെയ്താലാണ് ആ വീടിന് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ നമുക്ക് ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫർണിച്ചർ ലേഔട്ടാണ്. അപ്പോൾ ഫർണിച്ചർ ലേഔട്ടിൽ നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. ഏകദേശം 1500 അടുത്ത് 1463 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ റൂമിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ ബെഡ്റൂംസ് എടുക്കുകയാണെങ്കിൽ ആ ബെഡ്റൂംസിന് രണ്ടിനും ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റും ഒരു ബാൽക്കണിയും എല്ലാ ബെഡ്റൂംസിനും നമുക്ക് കാണാം. അതുപോലെ കോമൺ ഏരിയയ്ക്കും ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിനും അതുപോലെ ലിവിങ് റൂമിനും ബാൽക്കണി ഉണ്ട്. അതുപോലെ ഇപ്പോൾ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചൺ ഒരു മെയിൻ കിച്ചണും നമുക്കൊരു വർക്ക് ഏരിയയും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കോമൺ ടോയ്ലറ്റും അതുപോലെ ഒരു സെപ്പറേറ്റ് വാഷ് ഏരിയ പൊസിഷനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ റൂംസ് എടുക്കുമ്പോഴും നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ലിവിങ് റൂം എടുക്കുകയാണെങ്കിൽ ലിവിങ് റൂമിൽ നമുക്ക് വരുന്നത് ഒരു സോഫയും അതുപോലെ ഒരു TV യൂണിറ്റും, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ബാൽക്കണി, ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഇതാണ് ലിവിങ് റൂം. നമ്മൾ ഇതിൻ്റെ ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ ഡൈനിങ് റൂമിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് റൂമാണ്. നമുക്കൊരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ സെൻറ്ററിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ക്രോക്കർ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കിച്ചണിലോട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഓപ്പൺ കിച്ചണാണ് മെയിൻ ആയിട്ടുള്ള കിച്ചൺ വരുന്നത്. അവിടെ നമ്മൾ വർക്കിംഗ് കിച്ചണിലോട്ട് വരുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് പറ്റും 2 BHK എന്ന് പറഞ്ഞു. അപ്പോൾ 2 ബെഡ്റൂംസ് ഉണ്ട്. 2 ബെഡ്റൂംസിനും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കിതിനകത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ഇത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കിങ് സൈസ് ബെഡും അതുപോലെ ഒരു TV യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വാർഡ്രോബ് സ്പേസും അവിടെ നിന്ന് നമുക്ക് ടോയ്ലറ്റിലുള്ള സ്പേസും നമ്മൾ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൽക്കണി വിത്ത് പ്ലാന്റർ ബോക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിൽ വരുമ്പോൾ സെക്കൻഡ് ബെഡ്റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കിങ് സൈസ് ബെഡ് തന്നെ പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു 10x12 സൈസുള്ള ഒരു ബെഡ്റൂമാണിതും. 10x12 എന്ന് പറയുമ്പോൾ നമുക്കത് ഈ ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് പിന്നെ ഇത്രയും പോർഷൻ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരു ബെഡും അതുപോലെ ഒരു ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്. ഇതല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ കോമൺ ഏരിയയിലുള്ള ഈ സ്റ്റെയർ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇതിനകത്ത് പിന്നെ വേറെ കുറച്ച് കോമൺ ഏരിയ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മെയിൻ എൻട്രി വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ ഒരു ഫോയർ ഉണ്ട്. ആ ഫോയറിൽ നമുക്കൊരു ഷൂ റാക്കും കാര്യങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഫർണിച്ചർ ലേഔട്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഫർണിച്ചർ ലേഔട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ലൈറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ്, ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ ഡീറ്റെയിലും, അതായത് ഇതിൻ്റെ ഒരു സീലിംഗ് ലെവൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റിഫ്ലക്റ്റഡ് സീലിംഗ് ഡ്രോയിങ് എന്നാണ് നമ്മളെപ്പോഴും സീലിംഗ് ഡ്രോയിങ്ങിനെ പറയാം. അതായത് നമ്മൾ താഴെ നിന്ന് മേലേക്ക് നോക്കുന്ന പോലെ ആണ് നമ്മൾ കാണുന്നത് ഈ ഡ്രോയിങ്. അപ്പോൾ അതിന് റിഫ്ലക്റ്റഡ് സീലിംഗ് ഡ്രോയിങ്, അതായത് അതിനൊരു മിറർ ഇമേജ് പോലെ റിഫ്ലക്റ്റഡ് സീലിംഗ് ഡ്രോയിങ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ലിവിങ് റൂം, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോയറിലേക്ക് കടന്ന് അവിടെ നിന്ന് ലിവിങ് റൂമിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ ലെവൽസ് കാണാം. അതായത് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് നോർമലി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം ഹൈറ്റ് വരുന്നത് ഏകദേശം 275, 270 ആ ലെവലിലായിരിക്കും.
10 അടി ഉണ്ടാവില്ല. 275 നമ്മളിപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ഒരു ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ മെയിൻ സീലിംഗ് അല്ലെങ്കിൽ മെയിൻ റൂഫ് ഹൈറ്റ് വരുന്നത് 275 പ്ലസ് 275 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 17 സെൻറ്റിമീറ്റർ താഴ്ന്നിട്ടാണ് നമ്മൾ ജിപ്സം ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സം ബോർഡ് നമ്മൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ ഉള്ളിലത്തെ സീലിങ്ങിന് നമ്മൾ ഒരു കോവ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ലൈറ്റിനെ നമ്മൾ കോവ് ലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോവ് ലൈറ്റായിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 275 എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ സീലിംഗ്, അവിടെ നിന്ന് 17 സെൻറ്റിമീറ്റർ തന്ന് 258 എന്ന് പറയുന്ന ലെവലിലാണ് സെക്കൻഡ് സീലിംഗ്. സെൻറ്ററിൽ നമുക്ക് 275, അതായത് ഇവിടെയും ഒരു ഹോൾ പോർഷനാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു റിസസ്ഡ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ റൂംസിലും നമ്മൾ ഇതിൻ്റെ സീലിംഗ് ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ റൂം വൈസ് ഉള്ള ഇൻറ്റീരിയർ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വർക്കിംഗ് കിച്ചണാണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് എ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ എ സൈഡ് എലിവേഷൻ, ബി സൈഡ് എലിവേഷൻ, സി സൈഡ് എലിവേഷൻ. ഇതിൻ്റെ ഫർണിച്ചർ ലേഔട്ടാണിത്. ഇതിൻ്റെ ഡ്രോയിങ്സ്, അതായത് ഓരോ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഡ്രോയിങ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ചിലതെല്ലാം നിങ്ങൾ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ടാവാം. ചിലത് നമ്മൾ ചില റെഫറൻസ് നോക്കി അതിനെ മാച്ച് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടാവാം. അങ്ങനെ പലതരത്തിലും നമ്മൾ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വിഷ്വലൈസേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഡ്രോയിങ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഡ്രോയിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ചിലത് നമുക്ക് ഇത് ഒരു റെഫറൻസ് ആയിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് അതിനെ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ചിലത് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കി ഈ മെഷർമെൻറ്റ് ഡ്രോയിങ് നമ്മൾ ബ്ലെൻഡറിലോട്ട് കൊണ്ടുപോകാതെ തന്നെ എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് CAD ഡ്രോയിങ് ആയിരിക്കില്ല കിട്ടുക, പലതരത്തിലുള്ള റെഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും, ചിലപ്പോൾ ഒരു PDF ഡ്രോയിങ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വർക്കിംഗ് കിച്ചണിൻ്റെ ഡ്രോയിങ്ങിനകത്ത് നമുക്ക് എ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ, ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും ഉണ്ട്, മുകളിലൊരു ബൾക്ക് ഹെഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഈ സൈഡിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സിങ്ക് ഏരിയ വരുന്നുണ്ട്, ഈ പോർഷനിലാണ് സിങ്ക് വരുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഡിഷ് വാഷറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതിൻ്റെ സി എലിവേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഹുഡും ഹോബും വരുന്നത്. ആ ഹുഡും ഹോബ് പോർഷനിൽ നമുക്ക് ഇവിടെ അപ്പർ യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, കാരണം അതിനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. അപ്പോൾ അതിന് ഹുഡും ഹോബും മാത്രം വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത് വർക്കിംഗ് കിച്ചണിൽ. ഇനി നമ്മളിതിൻ്റെ മെയിൻ കിച്ചൺ വരികയാണെങ്കിൽ, മെയിൻ കിച്ചണിൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ മെഷർമെൻറ്റ് ഡീറ്റെയിൽസും നിങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഓരോ ഡീറ്റെയിലും. അപ്പോൾ ഇത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ടോൾ യൂണിറ്റ് ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ്, മൈക്രോവേവ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടോൾ യൂണിറ്റ്, അത് എലിവേഷൻ സൈഡ് എ. ഇതാണ് ഈ ഒരു കാണുന്ന ഡീറ്റെയിൽ ആണ് അതിൻ്റെ. അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡ് ബി വരുമ്പോൾ അതിൻ്റെ സിങ്ക് എല്ലാം വരുന്ന പോർഷനാണ്. ഇതാണ് സിങ്ക് വരുന്ന പൊസിഷൻ. അതിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയൊരു അപ്പർ യൂണിറ്റും വരുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ എലിവേഷൻ സൈഡ് സി വരുന്നിടത്ത് നമുക്കിതിൻ്റെ ഹുഡും ഹോബും വരുന്നു. അതിൻ്റെ സൈഡിൽ നമ്മൾ LPG പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മറ്റുള്ള റൂംസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലിവിങ് റൂം എടുക്കുകയാണെങ്കിൽ ലിവിങ് റൂമിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ TV യൂണിറ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു യൂണിറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എലിവേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു മോളിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ട്. സൈഡ് വ്യൂ ഞാൻ എല്ലാത്തിനും കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെപ്ത് കാണിച്ചിട്ടുള്ളത്. ഇത് മുകളിലത്തെ കൗണ്ടറിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ ഒരു ലോഫ്റ്റ് കാണുന്നുണ്ട്, കണ്ടോ? ഇതിനെ ലോഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ 20 സെൻറ്റിമീറ്റർ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഡെപ്ത് ടോട്ടൽ താഴെയുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലിവിങ് റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോഫയുടെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മൾ ഈ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ, അതായത് ഇവിടെ വരുന്ന ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു പർഗോള ഏരിയ വരുന്നുണ്ട്, ആ പർഗോള ഏരിയയും ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ സ്പേസ്, നമ്മൾ ലിവിങ് ഡൈനിങ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ നമ്മൾ ലിവിങ് ഏരിയയും ഡൈനിങ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന ഈ ഒരു പാർട്ടീഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ്, TV യൂണിറ്റ്, പിന്നെ അതുപോലെ ഒരു സോഫയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആ സോഫയുടെ ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫോയർ ഏരിയ വരുമ്പോൾ, ഫോയർ ഏരിയയിൽ നമുക്കൊരു ഷൂ റാക്കാണ് വരുന്നത്. ആ ഷൂ റാക്കിൽ ഇത് അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ഷൂ റാക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഇരുന്ന് ഷൂ ഒക്കെ ഇടാനായിട്ടുള്ള ഒരു ചെറിയൊരു സീറ്റിംഗ് നമ്മൾ ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ച് ആവശ്യമുള്ളപ്പോൾ വലിച്ചിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഷൂ റാക്കും അല്ലെങ്കിൽ ഫോയർ ഏരിയയുടെ ഒരു ഡീറ്റെയിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ക്രോക്കറി യൂണിറ്റിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോമൺ സ്റ്റെയർ കേസ് ഏരിയ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ നമുക്ക് സാധാരണ ഇൻറ്റീരിയറിൽ എപ്പോഴും വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഒരു സ്റ്റെയർ കേസും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന ഈ ഒരു സ്റ്റെയറാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് ഓരോ ബെഡ്റൂംസ്, ഫസ്റ്റ് ബെഡ്റൂം വരുമ്പോൾ ആ ബെഡ്റൂമിനകത്ത് നമ്മൾ ടി വി യൂണിറ്റും അതുപോലെ ഈ ടേബിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസ്റ്റർ ബെഡ്, ആ ബെഡിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ നമ്മൾ ഈ ബെഡ്റൂമിനും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഈ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു റൂം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡീറ്റെയിലിംഗ് അല്ല, ഒരു ടോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ഇൻറ്റീരിയർ ഫുള്ള് ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് അതിൻ്റെ പ്ലാനിങ്, നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിലും കൂടെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടോ. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ കൂടിയാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് ഫീൽഡിലോട്ട് വരാൻ തക്ക രീതിയിലുള്ള ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടോ. അപ്പോൾ ഈ കോഴ്സ് ഫുള്ളായിട്ടും നിങ്ങൾ ഈ ഒരു പ്ലാനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്സ്പ്ലനേഷൻ നമ്മൾ കൂടുതലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അതായത് ജസ്റ്റ് അതിൻ്റെ തിയറിയും അല്ലെങ്കിൽ അതിൻ്റെ ടൂൾസും മാത്രം പറഞ്ഞു പോകാതെ പ്രാക്ടിക്കലി എങ്ങനെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോഴ്സാണ്. നിങ്ങളിത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ കോഴ്സ് മേടിച്ച് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.